മാർച്ച് 16-ാം തീയതിയിലെ UPSC സിവിൽ സർവീസ് എക്സാമിന് റിലവൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നുള്ളത്. അതിൽ ആദ്യത്തത് ഇലക്ഷൻ കമ്മീഷൻ ഈ ഒരു ഇലക്ഷൻ ID കാർഡും ആധാറും തമ്മിലുള്ള ലിങ്ക് ചെയ്യുന്നതിന് വേണ്ടിയുള്ള പ്രോസസ്സ് റീസ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു എന്ന രീതിയിലുള്ള ഡിസ്കഷൻസ് നടക്കുവാണ്. 2015 ഇതിനു വേണ്ടി ഒരു ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നെങ്കിലും അന്ന് സുപ്രീം കോടതിയുടെ ഇടപെടൽ കാരണം നിർത്തിവെക്കുകയാണ് ചെയ്തത്. അത് റീസ്റ്റാർട്ട് ചെയ്യുന്നു, വീണ്ടും അത്തരത്തിലുള്ള ഒരു ഇടപെടലുമായിട്ട് മുന്നോട്ട് പോകുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ ഒരു വിഷയം, എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള ലിങ്കിങ്ങുമായി ബന്ധപ്പെട്ട് മുന്നേ നിർത്തിവെക്കാൻ കാരണം എന്നൊക്കെയാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇലക്ഷൻ കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ അദ്ദേഹം ഒരു മീറ്റിംഗ് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഈ ആധാർ ഐഡിയും അതുപോലെ തന്നെ വോട്ടേഴ്സ് ഐഡിയും തമ്മിൽ ലിങ്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട്. അതിൽ യൂണിയൻ ഹോം മിനിസ്റ്റർ, ഹോം സെക്രട്ടറി, ലെജിസ്ലേറ്റീവ് സെക്രട്ടറി, അതുപോലെ തന്നെ UIDAI ആധാറുമായി ബന്ധപ്പെട്ട അതിന്റെ CEO എന്നിവരെയാണ് വിളിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ട്യൂസ്ഡേ ആണ് മീറ്റിംഗ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു മീറ്റിംഗ് വരാൻ കാരണം എന്ന് വെച്ചാൽ ഇലക്ഷൻ ID കാർഡുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആരോപണങ്ങൾ, പ്രത്യേകിച്ചും ഒപ്പോസിഷൻ പാർട്ടീസ് അതിലെ മാനിപ്പുലേഷനുമായി ബന്ധപ്പെട്ട് വോട്ടർ ഐഡിയിലൊക്കെ മാനിപ്പുലേഷൻ നടക്കുന്നുണ്ട് എന്നുള്ള ആരോപണം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. തൃണമൂൽ കോൺഗ്രസ് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള EPI നമ്പേഴ്സ് വ്യത്യസ്ത സ്റ്റേറ്റുകളിൽ ഉപയോഗിക്കുന്നതിനെ കുറിച്ച് പരാതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓപ്പോസിഷൻ ലീഡർ രാഹുൽ ഗാന്ധി അദ്ദേഹം ഈ ഒരു വിഷയം പാർലമെന്റിൽ ഉയർത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ കോൺഗ്രസ് പാർട്ടിയും മറ്റുമൊക്കെ വോട്ടർ ലിസ്റ്റ് മാനിപ്പുലേഷനുമായി ബന്ധപ്പെട്ട വിഷയം മഹാരാഷ്ട്ര ഇലക്ഷൻ അസംബ്ലിയിലൊക്കെ ഉയർത്തിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു വിഷയം നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് ഓർത്തു വെക്കുക. ഈ ഒരു പ്രശ്നം അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇലക്ഷൻ കമ്മീഷൻ നേരത്തെയൊക്കെ ഇങ്ങനത്തെ എന്തെങ്കിലും ആരോപണങ്ങൾ വരുമ്പോൾ ഇലക്ഷൻ കമ്മീഷൻ അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയുകയായിരുന്നെങ്കിൽ ഈ ഒരു ആരോപണം വന്നപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് നമ്പേഴ്സിന്റെ സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. അത് ഈ ഒരു ഇറോനെറ്റ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഇന്ന് ഉപയോഗിക്കുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വരുന്നതിന് മുന്നേയുള്ള മാനുവൽ എറേഴ്സ് ആണ് എന്നാണ് ഇലക്ഷൻ കമ്മീഷൻ സമ്മതിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു ഈ ഒരു എറേഴ്സ് നമ്മൾ പരിഹരിക്കും, കാരണം ഈ ഒരു രണ്ട് സ്ഥലത്ത് പേരുണ്ട് എന്നുള്ളത് കൊണ്ട് രണ്ട് സ്ഥലത്തും അയാൾക്ക് വോട്ട് ചെയ്യാൻ പറ്റണം എന്നൊന്നുമില്ല എന്നൊക്കെ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിട്ടുണ്ട്. 3 മാസത്തിനുള്ളിൽ ഈ ഒരു വിഷയം പരിഹരിക്കും എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു ലിങ്കിങ്ങുമായി ബന്ധപ്പെട്ട ഡിസ്കഷൻ നടക്കുന്നതായിട്ടുള്ളത്. അപ്പം നേരത്തെ നാഷണൽ ഇലക്ടോറൽ റോൾസ് പ്യൂരിഫിക്കേഷൻ ആൻഡ് ഓതന്റിക്കേഷൻ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് നെർപാപ്പ് എന്ന് വിളിക്കും 2015 ആധാറുമായിട്ട് വോട്ടേഴ്സ് ID ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇലക്ഷൻ കമ്മീഷൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് സുപ്രീം കോടതി ഇടപെട്ടിട്ട് പറഞ്ഞു ആധാർ ലിങ്കിങ് എന്ന് പറയുന്നത് മാൻഡേറ്ററി ആക്കാൻ പറ്റില്ല. ആധാർ ലിങ്കിങ് ലിമിറ്റഡ് ആണ്. വെൽഫെയർ സ്കീംസിന് വേണ്ടിയിട്ടാണ് ആധാർ കാർഡ് കൊണ്ടുവന്നിട്ടുള്ളത്. സോ അതിന് മാത്രമേ അത് മാൻഡേറ്ററി ആക്കാൻ പറ്റുള്ളൂ, മറ്റുള്ളവയ്ക്കൊന്നും മാൻഡേറ്ററി ആക്കാൻ പറ്റില്ല. ഉദാഹരണത്തിന് പാൻ കാർഡുമായിട്ട് ലിങ്ക് ചെയ്യുക തുടങ്ങിയിട്ടുള്ള വിഷയങ്ങൾ അതിന്റെ ഭാഗമായിട്ടാണ് ഇലക്ഷൻ ഐഡിയുമായിട്ട് നിർബന്ധിതമായിട്ട് ലിങ്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ് ആ ഒരു പ്രോസസ്സ് ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ടുള്ളതെന്ന് ഓർത്ത് വെക്കുക. നിലവിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് 1950 പ്രകാരം ആധാർ ഫോർ വോട്ടർ ID ലിങ്കിങ് ഈസ് സ്റ്റിൽ വോളണ്ടറി. നമുക്ക് വേണമെങ്കിൽ ലിങ്ക് ചെയ്യാം എന്ന് മാത്രമേ ഉള്ളൂ. ഗവൺമെന്റും ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട് ആധാർ ലിങ്കിങ് ഈസ് നോട്ട് മാൻഡേറ്ററി എന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ നമ്മളെ ആധാർ ID ആയിട്ട് ലിങ്ക് ചെയ്തില്ലെങ്കിൽ നമ്മൾ വോട്ടർ ID ക്യാൻസൽ ആയി പോകുന്ന സാഹചര്യം ഒന്നും ഇല്ല എന്നും ഗവൺമെന്റ് ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട് എന്നുകൂടി ഓർത്ത് വെക്കുക. അടുത്തത് US നിന്നുള്ള വാർത്തയാണ്. US രാജ്യങ്ങളുടെ മേലെ വിസ നിയന്ത്രണം ഏർപ്പെടുത്തുന്നു എന്നുള്ളതാണ്. 41 രാജ്യങ്ങളുടെ ലിസ്റ്റാണ് നിലവിൽ US പബ്ലിഷ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ കുറച്ചുകൂടി എക്സ്റ്റൻസീവ് ആയിട്ടുള്ള ട്രാവൽ റെസ്ട്രിക്ഷൻ കൊടുക്കുകയാണ്. ചില രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാർക്ക് വിസ നിയന്ത്രണം ഏർപ്പെടുത്തുകയാണ്. 41 രാജ്യങ്ങളുടെ ലിസ്റ്റാണ് വന്നിരിക്കുന്നതായിട്ടുള്ളത്. അതിൽ 10 രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാർക്ക് US പ്രവേശനമേ ഇല്ല. അഫ്ഗാനിസ്ഥാൻ, ഇറാൻ, സിറിയ, ക്യൂബ, നോർത്ത് കൊറിയ തുടങ്ങിയിട്ടുള്ള 10ഓളം രാജ്യങ്ങളിൽ നിന്ന് ആൾക്കാർക്ക് ഈ പ്രവേശിക്കാൻ പറ്റില്ല. അവർക്ക് വിസ ഇഷ്യൂ ചെയ്യുകയില്ല. രണ്ടാമത്തെ 5 കൺട്രീസിനെ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ പാർഷ്യൽ വിസ സസ്പെൻഷൻ താൽക്കാലികമായിട്ട് സസ്പെൻഡ് ചെയ്ത അവസ്ഥയിലുണ്ട്. അതിൽ എറിത്രിയ, ലാവോസ്, മ്യാൻമാർ തുടങ്ങിയിട്ടുള്ള പ്രദേശങ്ങൾ വരും. അതേപോലെ തന്നെ 26 രാജ്യങ്ങൾ, പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള 26 രാജ്യങ്ങളിലേക്ക് 60 ദിവസത്തേക്ക് വിസ അനുവദിക്കുകയില്ല. അപ്പോൾ US കുറച്ച് ഇഷ്യൂസ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനെ സോൾവ് ചെയ്തെങ്കിൽ മാത്രമേ അവർക്ക് വിസ അനുവദിക്കുകയുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നുകൂടി ഓർത്തു വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു ഊഹാപോഹ വാർത്തയാണ്. പ്രത്യേകിച്ചും റോയിട്ടേഴ്സ് പുറത്തു കൊണ്ടുവന്ന വാർത്തയാണ്. ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് വന്നിട്ടില്ല. ഒരു വിസ റെസ്ട്രിക്ഷൻ സ്റ്റെപ്പ് US-ന്റെ ഭാഗത്ത് നിന്നുള്ളതായിട്ടുള്ള കാര്യം ഒന്ന് ഓർത്തു വെക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. അടുത്തത് ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ അല്ലെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ച് എങ്ങനെയാണ് സാറ്റലൈറ്റുകളുടെ ലൈഫിനെ ബാധിക്കുന്നത് എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റഡീസ് നടക്കുകയും അതിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള റിപ്പോർട്ടാണിത്. അപ്പോൾ എന്താണ് ഈ ഒരു ക്ലൈമറ്റ് ചേഞ്ചും സാറ്റലൈറ്റുകളുടെ ലൈഫും തമ്മിൽ ബാധിക്കുന്നത് നോക്കാം. അപ്പോൾ മനുഷ്യന്മാർ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ ഉണ്ടാക്കുകയും അത് എർത്തിലെ ഓർബിറ്റിലെ സാറ്റലൈറ്റിന്റെ ക്യാരിയിങ് കപ്പാസിറ്റി കുറക്കുന്നു. അതായത് കൂടുതൽ സാറ്റലൈറ്റുകളെ ക്യാരി ചെയ്യാൻ പറ്റില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത്
2100 കൂടിയിട്ട് സാറ്റലൈറ്റുകളിൽ ക്യാരിയിങ് കപ്പാസിറ്റി 66% കുറയും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് നാച്ചുറൽ സസ്റ്റൈനബിലിറ്റി നടത്തിയുള്ള ഒരു പ്രിഡിക്ഷൻ മോഡൽ പ്രകാരമാണ് എന്ന് കൂടി ഓർത്ത് വെക്കുക. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് അറ്റ്മോസ്ഫിയറിക് കോൺട്രാക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സാണ്. അതായത് ഭൂമിയുടെ അന്തരീക്ഷം കോൺട്രാക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിറ്റ് ചെയ്യുന്ന സമയത്ത് അത് ഭൂമിയുടെ അപ്പർ അറ്റ്മോസ്ഫിയറിനെ, അതായത് മീസോസ്ഫിയറിനെയും തെർമോസ്ഫിയറിനെയും കൂൾ ചെയ്തിട്ട് അത് കോൺട്രാക്ട് ചെയ്യുന്നു എന്നാണ് പറയുന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു രണ്ട് ലെയേഴ്സ്, തെർമോസ്ഫിയറും മീസോസ്ഫിയറും കോൺട്രാക്ട് ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഒരു ഇമ്പാക്ട് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സ്പേസ് ഡെബ്രിസുകൾ, അതായത് നമ്മൾ ഈ സാറ്റലൈറ്റുകളെയും മറ്റുമൊക്കെ അയക്കുമ്പോൾ റോക്കറ്റുകളുടെ അവശിഷ്ടം, മറ്റ് കാലാവധി കഴിഞ്ഞ സാറ്റലൈറ്റുകളുടെ അവശിഷ്ടം, ഇതൊക്കെ ഈ ഓർബിറ്റിലേക്ക് കൂടുതൽ സമയം നിൽക്കുകയും ഇത് സാറ്റലൈറ്റുകൾക്ക് റിസ്ക് വർദ്ധിക്കുന്നതിന് കാരണമാവുകയും ചെയ്യുന്നതാണ്. കാരണം ഈ ഡെബ്രിസുകൾ അവിടെ തങ്ങി നിൽക്കുമ്പോൾ ഇത് സാറ്റലൈറ്റുകളുമായിട്ട് കൊളൈഡ് ചെയ്യാനും സാറ്റലൈറ്റുകൾ ലൈഫ് കുറയാനും കാരണമാകും എന്നാണ് സ്റ്റഡീസിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഹ്യൂമൻ ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ എങ്ങനെയാണ് സാറ്റലൈറ്റുകളുടെ ലൈഫിനെ ബാധിക്കുന്നത് എന്നുള്ളതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. ഈ ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ കാരണം തെർമോസ്ഫിയറും മീസോസ്ഫിയറും കോൺട്രാക്ട് ആവും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഡെബ്രിസ് കൂടുതലായിട്ട് തങ്ങി നിൽക്കുകയും അത് സാറ്റലൈറ്റുകളുടെ ലൈഫിനെ ബാധിക്കുകയും ചെയ്യും. കാരണം സാറ്റലൈറ്റുമായിട്ടൊക്കെ കൂട്ടിയിടിച്ചു കഴിഞ്ഞാൽ അത് നശിക്കുന്ന സാഹചര്യത്തിലേക്ക് പോകും എന്നാണ് പറയുന്നതായിട്ടുള്ളത്. അടുത്തൊരു വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെലിയോഡോയോസിസ് എന്ന് പറയുന്ന ഒരു രോഗത്തെ സംബന്ധിച്ചാണ്. അപ്പോൾ ഈ ഒരു രോഗത്തെ കുറിച്ചുള്ള സ്റ്റഡീസിൽ ഇത് മൺസൂൺ സീസണിലാണ് വളരെയധികം വർദ്ധിക്കുന്നത് എന്നാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഈ രോഗം, എന്താണ് ഇതുമായി ബന്ധപ്പെട്ട സ്റ്റഡീസ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ മെലിയോഡോയോസിസ് എന്ന് പറയുന്നത് ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ്, ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന രോഗമാണ്. അപ്പോൾ ഈ ഒരു ബുർഗ്ഹോൾഡീരിയ സ്യൂഡോമെലെ എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ ആണ് ഇതിന് കാരണമായിട്ടുള്ളത്. ഇത് നമ്മൾ ഇനോക്കുലേറ്റ് ചെയ്യുമ്പോഴോ ഇൻഹേൽ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഭക്ഷണത്തിലൂടെ ഭാഗമായിട്ടൊക്കെ വരുമ്പോഴോ ഒക്കെയാണ് ഈ ഒരു ബാക്ടീരിയ, വെള്ളത്തിലും അതുപോലെ തന്നെ മണ്ണിലും ഒക്കെ കാണുന്ന ഈ ഒരു ബാക്ടീരിയ നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇത് റെയിൻഫോൾ സമയത്ത് അല്ലെങ്കിൽ ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി തുടങ്ങിയവയൊക്കെ ഇതിനെ സ്വാധീനിക്കുന്നു എന്നാണ് സ്റ്റഡിയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഏകദേശം 1,65,000 കേസാണ് ഒരു വർഷം ലോകത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. സൗത്ത് ഏഷ്യയിൽ ഇൻക്ലൂഡിങ് ഇന്ത്യയിൽ 44% കേസുകൾ ഉണ്ട് എന്നുകൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങളിലാണ്, സൗത്ത് ഏഷ്യയിലാണ് കൂടുതൽ രോഗം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സ്റ്റഡീസിൽ കാണിക്കുന്നത് വെച്ചാൽ ഈ ഇൻഫെക്ഷൻസ് സാധാരണ മൺസൂൺ സീസണിലും അതിനുശേഷമാണ് പീക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതായത് ക്ലൈമറ്റിന്റെ ഫാക്ടേഴ്സ് ആണ് രോഗത്തെ സ്വാധീനിക്കുന്നതായിട്ടുള്ളത്. അതായത് ടെമ്പറേച്ചർ, റെയിൻഫോൾ, ക്ലൗഡ് കവർ, അതുപോലെ തന്നെ സോളാർ റേഡിയേഷൻ, എത്രമാത്രം സൂര്യപ്രകാശം എത്തുന്നുണ്ട് തുടങ്ങിയിട്ടുള്ള ഫാക്ടേഴ്സ് ഒക്കെ ഇതിനെ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇന്ത്യയിൽ ഒഡീഷയിലെ കട്ടക്ക്, ബലസോർ, ഖോദ, ജജ്പൂർ തുടങ്ങിയിട്ടുള്ള ഡെൻസിറ്റി പോപ്പുലേറ്റഡ് ഏരിയാസ് ഹൈ റിസ്ക് ഏരിയാസ് ആയിട്ടും ഈ ഒരു സ്റ്റഡീസിൽ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. ഇത് കൂടാതെ അർബനൈസേഷൻ, നഗരവൽക്കരണം, പുവർ സാനിറ്റേഷൻ, അതുപോലെ തന്നെ ലാൻഡ് യൂസ് ചേഞ്ചസ് ഒക്കെ ഈ രോഗം കൂടുതൽ വരുന്നതിനും കാരണമാകും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ക്ലൈമറ്റ് ചേഞ്ചിന്റെ ഒരു ഇമ്പാക്റ്റ് നോക്കിക്കഴിഞ്ഞാൽ മഴയുടെ പാറ്റേൺ മാറുന്നതും എക്സ്ട്രീം ആയിട്ടുള്ള വെതർ കണ്ടീഷൻസും ഈ ഒരു രോഗം സ്പ്രെഡ് ചെയ്യുന്നതിന് കാരണമാകുന്നു എന്ന് ഓർക്കുക. അപ്പോൾ ക്ലൈമറ്റ് ചേഞ്ചിന്റെ ഭാഗമായിട്ട് രോഗങ്ങൾ വരുന്നതും പുതിയ രോഗങ്ങൾ പ്രത്യക്ഷപ്പെടുന്നതും രോഗങ്ങളുടെ അളവ് കൂടുന്നതും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ് ഓർക്കുക. അതിനൊരു ഉദാഹരണമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു മെലിയോഡോയോസിസ് പറയാൻ വേണ്ടി പറ്റും എന്ന് കൂടി ഓർക്കുക. അടുത്തത് ചിക്കൻ ഗുനിയ എന്ന് പറയുന്ന രോഗത്തെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. അതിന് കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെന്റ് ഒന്നുമില്ല. പക്ഷേ വിറൻസ് എന്ന് പറയുന്ന HIV അല്ലെങ്കിൽ എയ്ഡ്സിനെ ട്രീറ്റ് ചെയ്യുന്ന മരുന്ന് ചിക്കൻ ഗുനിയക്കെതിരെ എഫക്റ്റീവ് ആണ് എന്നുള്ള സ്റ്റഡീസ് പുറത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ ഗുനിയ 2006 ഇന്ത്യയിൽ റീ എമർജ് ചെയ്തത്. അതിന് 20-30 വർഷം വരെ ഇന്ത്യയിൽ ഈ ഒരു രോഗത്തെ കാണുന്നുണ്ടായിരുന്നില്ല. 2006 റീ എമർജ് ചെയ്തത്. അതിനുശേഷം 14 മില്യൺ ആൾക്കാരാണ്, 1.4 കോടി ആൾക്കാരെയാണ് ഇത് ബാധിച്ചിട്ടുള്ളതെന്ന് കൂടി ഓർത്തു വെക്കേണ്ടതാണ്. അപ്പോൾ ഇതിന് കൃത്യമായിട്ടുള്ള ആന്റിവൈറൽ ട്രീറ്റ്മെന്റ് ഒന്നുമില്ല ചിക്കൻ ഗുനിയക്ക്. ഇത് മൊസ്കിറ്റോ, കൊതുക് വഴി പകരുന്ന രോഗമാണ്. നമ്മൾക്ക് പനി ഉണ്ടാവും, അതുപോലെ ജോയിന്റ് പെയിൻ ഉണ്ടാവും. അത് ചിലപ്പോൾ പൊട്ടൻഷ്യലി പെർസിസ്റ്റന്റ് ആയിട്ട് തുടരുകയും ചെയ്തു എന്നുള്ള ഓർത്തു വെക്കുക. കുറെ കാലത്തേക്ക് ഉണ്ടാവും. രോഗകാരികളായിട്ടുള്ള കൊതുകുകൾ ഈഡിസ് ഈജിപ്തി, ഈഡിസ് ആൽബോപിക്ടസ് തുടങ്ങിയിട്ടുള്ള മൊസ്കിറ്റോസ് ആണ്. കൃത്യമായിട്ടുള്ള മരുന്നൊന്നും ഇല്ലാത്തതുകൊണ്ട് കൊതുക് കടി ഏൽക്കാതിരിക്കുക എന്നുള്ളതാണ് രോഗം വരുന്നത് തടയാനുള്ള ഏക വഴി എന്ന് പറയുന്നതായിട്ടുള്ളത്. അപ്പോൾ ഈ HIV എയ്ഡ്സിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഡ്രഗാണ് എഫാവിറൻസ് എന്ന് വിളിക്കുന്നത്. ഈ ഡ്രഗിൽ നടത്തിയ സ്റ്റഡിയിൽ ഇത് നോൺ ന്യൂക്ലിയോസൈഡ് HIV ഇൻഹിബിറ്റർ ആണ് ഈ ഒരു എഫാവിറൻസ് എന്ന് പറയുന്നത്. ഇത് ചിക്കൻ ഗുനിയ വൈറസിനെതിരെ ഇഫക്റ്റീവ് ആണ് എന്നുള്ള രീതിയിൽ സ്റ്റഡീസ് വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ എഫാവിറൻസ്, ചിക്കൻ ഗുനിയയുമായി ബന്ധപ്പെട്ട ബേസിക് ഡീറ്റെയിൽസ് ഓർത്തു വയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. അടുത്തൊരു വാർത്ത എന്ന് പറഞ്ഞാൽ ഫോമർ ഫിലിപ്പൈൻസ് പ്രസിഡന്റ് ആയിട്ടുള്ള റോഡ്രിഗോ ഡ്യൂയിറ്റേഴ്സിനെതിരെ ICC ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് ഒരു അറസ്റ്റ് വാറണ്ട് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തിനാണ് ഈ ഒരു അറസ്റ്റ് വാറണ്ട്, എന്തിനാണ് ഈ വിഷയം എന്നുള്ളതാണ്. അദ്ദേഹം ഈ ഒരു ഫിലിപ്പൈൻസിന്റെ മുൻ പ്രസിഡന്റ്, അദ്ദേഹം നെതർലൻഡ്സ്
ക്ലിയറൻസിലേക്ക് പോയിട്ടുണ്ട് മാർച്ച് 12-ന് ഇത്തരത്തിലുള്ള ഒരു വാറന്റ് ഇഷ്യൂ ചെയ്തതോടുകൂടി. അപ്പോൾ എന്താണ് ഈ ഒരു വിഷയം എന്നാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അപ്പോൾ റോഡ്രിഗോ ഡ്യൂട്ടറേറ്റെ എന്ന് പറയുന്നത് ഫിലിപ്പൈൻസിന്റെ മുൻ പ്രസിഡന്റ് ആണ്. അദ്ദേഹം രാജ്യത്തെ ഡ്രഗ് ഉപയോഗത്തിനെതിരെ ശക്തമായിട്ടുള്ള ഒരു ആന്റി ഡ്രഗ് ക്യാമ്പയിൻ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സമയത്ത് എന്ത് ചെയ്യുന്നു വെച്ചാൽ ഏകദേശം 30,000-ഓളം ആൾക്കാരെയാണ് എക്സ്ട്രാ ജുഡീഷ്യൽ കോടതിയിലൊന്നും ഹാജരാക്കാതെ അവിടുത്തെ പട്ടാളവും പോലീസും ഒക്കെ ചേർന്ന് ഈ ക്യാമ്പയിന്റെ ഭാഗമായിട്ട് കൊന്നൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു ഹ്യൂമാനിറ്റിക്കെതിരെയുള്ള ക്രൈം ആണെന്ന് പറഞ്ഞ് ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് അദ്ദേഹത്തിനെതിരെ മർഡർ, അതായത് കൊലപാതകം ആരോപിച്ചുകൊണ്ട് കേസ് എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഓർത്തുവെക്കുക, 2011-19 കാലഘട്ടത്തിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള ഈ ഒരു പ്രവൃത്തിയുടെ ഭാഗമായിട്ട്. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ ICCക്ക് നിലവിൽ ഈ ഒരു ഫിലിപ്പൈൻസിന്റെ മേലെ എൻഫോഴ്സ്മെന്റ് പവർ ഒന്നുമില്ല. അപ്പോൾ ഓർത്തു വെക്കേണ്ട കാര്യം, ICCക്ക് ഒരു രാജ്യത്തിന് മേലും എൻഫോഴ്സ്മെന്റ് പവർ ഇല്ല. ICC വാറന്റ് ഇഷ്യൂ ചെയ്തിട്ട് അതാത് നാഷണൽ ഗവൺമെന്റുകളോടാണ് ഈ വാറന്റ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുക എന്നുകൂടി ഓർത്തു വെക്കണം. അതായത് ഇവിടെ ഫിലിപ്പൈൻസിനോടാണ് പറയുക എന്ത്, ഈ വാറന്റ് എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളത്. പക്ഷേ ഈ ഒരു വിഷയം വരും എന്ന് മനസ്സിലായപ്പോൾ തന്നെ 2019 ഈ ഒരു ഡ്യൂട്ടറേറ്റെ അദ്ദേഹം അധികാരത്തിലിരിക്കുമ്പോൾ തന്നെ ഫിലിപ്പൈൻസ് ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ടിൽ നിന്ന് വിഡ്രൂ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ പ്രോസിക്യൂഷൻ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട്. എന്നാൽ ഓർത്തു വെക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ അതിനുശേഷം അധികാര കൈമാറ്റം ഉണ്ടായി. നിലവിൽ പ്രസിഡന്റ് ഫെർഡിനാൻഡ് മാക്രോസ് ജൂനിയർ ആണ്. അദ്ദേഹം ICCയുടെ വാറന്റിനെ എക്സിക്യൂട്ട് ചെയ്യും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. രാജ്യത്തിനകത്ത് ഇത് ഒരുപാട് പൊളിറ്റിക്കൽ ടെൻഷന് കാരണമാകുകയും ചെയ്തിട്ടുണ്ടെന്ന് ഓർത്തു വെക്കുക. പക്ഷേ അവിടെ വാദിക്കുന്നത് വെച്ചാൽ ICCക്ക് ജൂറിസ്ഡിക്ഷൻ ഇല്ല എന്നാണ് പറഞ്ഞത്. ബിക്കോസ് 2019 തന്നെ ഫിലിപ്പൈൻസ് ICCയിൽ നിന്ന് വിഡ്രൂ ചെയ്തിട്ടുണ്ട്. പക്ഷേ ICC പറയുന്നത് വെച്ചാൽ ജനുവരി 2023 പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അതായത് ഏതെങ്കിലും ഒരു രാജ്യം ഈ ഒരു വിഡ്രോ ചെയ്തെങ്കിലും അതിന് മുന്നേ നടന്നിട്ടുള്ള ക്രൈംസുമായി ബന്ധപ്പെട്ട്, മെമ്പർ ആയിരിക്കുന്ന സമയത്ത് നടന്ന ക്രൈംസുമായി ബന്ധപ്പെട്ട് അധികാരം ICCക്ക് ഉണ്ട് എന്നാണ് ICC വാദിക്കുന്നതെന്ന് ഓർത്തു വെക്കുന്നുണ്ട്. അപ്പോൾ ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ടുമായി ബന്ധപ്പെട്ട സ്റ്റാറ്റ്യൂട്ടിനെയാണ് റോം സ്റ്റാറ്റ്യൂട്ട് എന്ന് പറയുന്നത്. റാം സ്റ്റാറ്റ്യൂട്ട് പ്രകാരം ICCയിലെ മെമ്പർ ആയിട്ടുള്ള 125 രാജ്യങ്ങൾക്കും, സിഗ്നേറ്ററീസ് ആയിട്ടുള്ള 125 രാജ്യങ്ങൾക്കും ICC പറയുന്ന ആൾക്കാരെ അറസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന്റെ നിയമപരമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതായിട്ടുള്ള. ഇന്ത്യ ICCയിലെ മെമ്പർ അല്ല എന്നുകൂടി ഓർത്തു വെക്കേണ്ടതായിട്ട്. ഇന്ത്യ ഇതിലൊന്നും മെമ്പർ അല്ല. അപ്പോൾ ലീഗൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഗ്ലോബൽ ആയിട്ടുള്ള ഇംപ്ലിക്കേഷൻ നോക്കി കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ഡ്യൂട്ടറേറ്റയ്ക്കെതിരെ അറസ്റ്റ് വന്നു. ഈ ഒരു അറസ്റ്റ് വന്നത് ഫിലിപ്പൈൻസ് ഏറ്റെടുത്തു എന്നുള്ളതുകൊണ്ട് അത് ക്രെഡിബിലിറ്റി, ICCയുടെ ക്രെഡിബിലിറ്റിയെ കാണിക്കുകയാണ്. അപ്പോൾ അറസ്റ്റ് വാറന്റുകൾ നേരത്തെ റഷ്യയുടെ പുടിനെതിരെയും ഇസ്രായേലിന്റെ നെതന്യാഹുവിനെതിരെയൊക്കെ കൊണ്ടുവന്നെങ്കിലും അതൊന്നും ആ രാജ്യങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഓർത്ത് വെക്കേണ്ട കാര്യം, ICC പൊളിറ്റിക്കലി കോൺട്രവേഴ്ഷ്യൽ ആണ്. പ്രത്യേകിച്ചും ട്രംപ് അഡ്മിനിസ്ട്രേഷനും ചൈനയുടെ ഓപ്പോസിഷനും ഒക്കെ വലിയ ത്രെട്ടുകൾ ഈ ഒരു ICC നേരിടുന്നുണ്ട് എന്നുകൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. ഇത് പൊളിറ്റിക്കൽ ആണോ അല്ലയോ എന്ന് നമുക്കറിയില്ല. ബട്ട് എന്താണ് ICC അതിന്റെ ജൂറിസ്ഡിക്ഷനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. അടുത്തത് ഇന്ത്യയിൽ 58ാമത്തെ ടൈഗർ റിസർവ് വന്നിരിക്കുകയാണ്. ഈ ഒരു ടൈഗർ റിസർവിനെ കുറിച്ച്, മാധവ് ടൈഗർ റിസർവിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്കിലും ബ്രീഫ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് നോക്കാം, എന്താണ് ടൈഗർ റിസർവ്, അതിന്റെ ഡീറ്റെയിൽസ് എന്നുള്ളത്. അപ്പോൾ മാധവ് നാഷണൽ പാർക്കിനെ ഇന്ത്യയുടെ 58ാമത്തെ ടൈഗർ റിസർവ് ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മാർച്ച് 9-നാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. മധ്യപ്രദേശിലെ 9ാമത്തെ ടൈഗർ റിസർവ് ആണ്. ഏറ്റവും കൂടുതൽ ടൈഗർ റിസർവുകളുള്ള സ്റ്റേറ്റ് ആയിട്ട് മധ്യപ്രദേശ് മാറി എന്നുള്ളതാണ്. 335 സ്ക്വയർ കിലോമീറ്റർ ആണ് കോർ ഏരിയ. അതിന് ചുറ്റും 4 മുതൽ 6 കിലോമീറ്റർ വരെയുള്ള സ്ക്വയർ കിലോമീറ്റർ വരെയുള്ള ഒരു ബഫർ സോണും ഉണ്ട് എന്ന് ഓർത്തുവെക്കുക. കോർ ഏരിയ ഉണ്ട്, കോർ ഏരിയക്ക് ചുറ്റും ബഫർ സോൺ ഉണ്ട്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മധ്യപ്രദേശിൽ 9 എണ്ണമായി, രാജസ്ഥാനിൽ 5, മഹാരാഷ്ട്രയിൽ 6, കർണാടകയിൽ 5, കേരളത്തിൽ 2, തമിഴ്നാടുവിൽ 5, ആന്ധ്രാപ്രദേശിൽ 1, തെലങ്കാനയിൽ 2, ഒഡീഷയിൽ 2, ഛത്തീസ്ഗഡിൽ 4, ബംഗാളിൽ 2, മിസോറാമിൽ 1, അരുണാചൽ പ്രദേശിൽ 3 ഉണ്ട്, ആസാമിൽ 4 ഉണ്ട്, ബീഹാറിൽ 1, ജാർഖണ്ഡ് 1, ഉത്തരാഖണ്ഡിൽ 2. ഇങ്ങനെയാണ് ഇന്ത്യയിലെ ടൈഗർ റിസർവുകൾ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് എന്ന് കൂടി ഓർത്തു വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം ഒന്ന് ഓർത്തു വെക്കുക. ഇനീഷ്യലി ഈ ഒരു പ്രദേശത്തെ ടൈഗേഴ്സ് ഉണ്ടായിരുന്നില്ല. 2023-ലാണ് റീലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം പോപ്പുലേഷൻ വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത് രണതംബോർ ടൈഗർ റിസർവ് രാജസ്ഥാനും അതുപോലെ കുനോ നാഷണൽ പാർക്ക് മധ്യപ്രദേശിനും ഇടയിലുള്ള ഒരു കോറിഡോർ ആയിട്ട് ആക്ട് ചെയ്യുന്ന ഇടയിലുള്ള ഒരു പ്രദേശമാണ് എന്ന് കൂടി ഓർത്തു വെക്കുന്നത് തന്നെ. ഇന്ത്യയിലെ ടൈഗർ പോപ്പുലേഷൻ നോക്കിക്കഴിഞ്ഞാൽ 1900-ലെ ഇന്ത്യയുടെ ടൈഗർ പോപ്പുലേഷൻ 40,000 ആയിരുന്നെങ്കിൽ 1972 ഇത് 1863 കുറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു സമയത്താണ് ഈ ഒരു ഹണ്ടിങ്ങും പോച്ചിങ്ങും ഡിഫോറസ്റ്റേഷനും ഒക്കെ കാരണം ടൈഗർ പോപ്പുലേഷൻ കുത്തനെ കുറഞ്ഞപ്പോഴാണ് ഇന്ത്യയിൽ പ്രൊജക്ട് ടൈഗർ എന്ന് പറയുന്ന ഒരു പദ്ധതി 1973 കൊണ്ടുവന്നുള്ളത്. ഈ 9 ടൈഗർ റിസർവുകളെ പ്രഖ്യാപിക്കുന്നതാണ്. പിന്നീട് അത് 58 വർദ്ധിച്ചിട്ടു, നിലവിൽ 58 വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതിന്റെ മേൽനോട്ടം വഹിക്കുന്നത് നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയാണ്, NTCA എന്ന് വിളിക്കും. 2006 മുതൽ ഇപ്പോൾ കോർ ഏരിയ അതുപോലെ തന്നെ ബഫർ ഏരിയ എന്നിങ്ങനെ
മോഡൽ ക്രിയേറ്റ് ചെയ്തിട്ടാണ് സയന്റിഫിക് കൺസർവേഷൻ സ്ട്രാറ്റജീസ് ഉപയോഗിച്ചുകൊണ്ടാണ് ടൈഗേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് എന്ന് കൂടി ഓർത്തു വെക്കുന്നത് തന്നെ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ഫണ്ടിങ് ടൈഗർ റിസർവിന്റെ ചെലവുകളുമായി ബന്ധപ്പെട്ട 60% ഫണ്ടിങ് സെൻട്രൽ ഗവൺമെന്റ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നോർമൽ ജനറൽ സ്റ്റേറ്റ്സിന് 40% സ്റ്റേറ്റുകൾ എടുക്കേണ്ടതായിട്ടുണ്ട്. അതേസമയത്ത് ഹിമാലയൻ സ്റ്റേറ്റുകൾക്കായിക്കോട്ടെ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളായിക്കോട്ടെ 90% ഫണ്ടിങ് സെൻട്രൽ ഗവൺമെന്റ് നൽകും. 10% മാത്രം സ്റ്റേറ്റ്സുകൾ എടുത്താൽ മതി എന്ന് കൂടി ഓർത്തു വെക്കുന്നത് തന്നെ. അപ്പോൾ ഈ ഒരു ഫണ്ടുകൾ ഉപയോഗിക്കുക ആന്റി പോച്ചിങ് ഇതിനെ ആക്രമിക്കുന്നതിന് തടയാൻ വേണ്ടിയിട്ട്, ഹാബിറ്റാറ്റ് ഇംപ്രൂവ്മെന്റിന്, ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ അവിടെയുള്ള വില്ലേജുകളെ റീലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ ഫണ്ടുകൾ യൂസ് ചെയ്യുക എന്നുകൂടി ഓർത്ത് വെക്കാം. അപ്പോൾ മാധവ് നാഷണൽ പാർക്കിന്റെ ഇമ്പോർട്ടൻസ് നോക്കിക്കഴിഞ്ഞാൽ നോർത്തേൺ മധ്യപ്രദേശിലാണ്. അപ്പോൾ ഇവിടെ ഹിസ്റ്റോറിക്കലി ടൈഗർ കൺസർവേഷന് കാര്യമായിട്ടുള്ള എഫേർട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് എഫേർട്ട് വരുന്നതായിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യയിലെ ടൈഗർ പോപ്പുലേഷൻ നോക്കിക്കഴിഞ്ഞാൽ 2020 മുതൽ 3682 ടൈഗേഴ്സിലേക്ക് പോപ്പുലേഷൻ വർദ്ധിപ്പിക്കാൻ വേണ്ടി 1800-ൽ നിന്നും 3600-ലേക്ക് നമുക്ക് ഈ പ്രൊജക്ട് ടൈഗറിന്റെ ഒരു സക്സസ് ആയിട്ട് കാണാൻ പറ്റും. 30% ടൈഗേഴ്സും നിലവിൽ ടൈഗർ റിസർവിന്റെ പുറത്താണ് ഉള്ളത് എന്നുള്ളത് കുറച്ചുകൂടി എഫക്റ്റീവ് ആയിട്ടുള്ള കൺസർവേഷൻ മെഷേഴ്സിന്റെ ആവശ്യകതയാണ് ഹൈലൈറ്റ് ചെയ്യുന്നതെന്ന് കൂടി ഓർത്തു വെക്കേണ്ടതായിട്ട്. മധ്യപ്രദേശിലാണ് ഏറ്റവും കൂടുതൽ ടൈഗേഴ്സ് ഉള്ളത്. ഏറ്റവും കൂടുതൽ ടൈഗർ റിസർവുകൾ ഉള്ളത് മധ്യപ്രദേശിൽ തന്നെയാണ്, 9 എണ്ണം. 785 ടൈഗേഴ്സ് ആണുള്ളത്. കൻഹ, ബന്ദ്വഡ്, പന്ന തുടങ്ങിയിട്ടുള്ള കൺസർവേഷൻ ടൈഗർ റിസർവുകളാണ് പ്രധാനമായിട്ടും ഈ ഒരു സക്സസിന് കാരണമായിട്ടുള്ളത് എന്നുകൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. അടുത്തൊരു വാർത്ത, റെയ്സിന ഡയലോഗ് ഇന്ത്യയിൽ നടക്കാൻ പോവാണ്. അതിന്റെ 10th എഡിഷൻ ആണ് നടക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ റെയ്സിന ഡയലോഗിൽ ഇന്റർനാഷണൽ വിഷയങ്ങളൊക്കെയാണ് ചർച്ച ചെയ്യുക. അപ്പോൾ എന്താണ് ഈ ഒരു റെയ്സിന ഡയലോഗ്, എന്താണ് അതിന്റെ ഡീറ്റെയിൽസ് എന്നാണ് ബ്രീഫ് ആയിട്ട് നോക്കാൻ വേണ്ടത്. അപ്പോൾ റെയ്സിന ഡയലോഗ് എന്ന് വെച്ചാൽ ഒരു മൾട്ടിലാറ്ററൽ കോൺഫറൻസ് ആണ്. ഓക്കെ, കുറെ രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാർ, പ്രൈവറ്റ് മെമ്പേഴ്സ്, എല്ലാ ആൾക്കാരും പങ്കെടുക്കുന്ന ഒരു മൾട്ടിലാറ്ററൽ കോൺഫറൻസ് ആണ്. എല്ലാ വർഷവും നമ്മുടെ രാജ്യമായിട്ടുള്ള ഇന്ത്യയിൽ ന്യൂഡൽഹിയിലാണ് കണ്ടക്ട് ചെയ്യുന്നത്. 2016-ലാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇന്ത്യയുടെ ഒരു ഫ്ലാഗ്ഷിപ്പ് കോൺഫറൻസ് ആയിട്ട് ജിയോ പൊളിറ്റിക്സ് അതുപോലെ ജിയോ എക്കണോമിക്സുമായി ബന്ധപ്പെട്ട ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാം ആയിട്ടാണ് കണക്കാക്കുന്നത്. ഇതിൽ മൾട്ടി സ്റ്റേക്ക് ഹോൾഡർ ആണ്. ഗവൺമെന്റുകൾ മാത്രമല്ല, വിവിധ രാജ്യങ്ങളുടെ ഹെഡുകൾ ഇൻവൈറ്റ് ചെയ്യാറുണ്ട്. നമ്മുടെ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ്, അവരുടെ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് ഉണ്ടാവാറുണ്ട്. ലോക്കൽ ഗവൺമെന്റ് ഒഫീഷ്യൽസ് ഉണ്ടാവാറുണ്ട്. അതുപോലെ പ്രൈവറ്റ് സെക്ടറിൽ നിന്ന് ആൾക്കാരും മീഡിയ ആൾക്കാരും അക്കാദമി ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇത് കണ്ടക്ട് ചെയ്യുന്ന, ഹോസ്റ്റ് ചെയ്യുന്ന ഒബ്സർവർ റിസർച്ച് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ ഒരു ഏജൻസിയാണ്, വിത്ത് ദ സപ്പോർട്ട് ഓഫ് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് എന്ന് കൂടി ഓർത്തു വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഈ റെയ്സിന ഡയലോഗ്, ആരാണ് നടത്തുന്നതെന്ന് ഓർത്തു വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അടുത്തത്, ഇന്ത്യയും മ്യാൻമാറും തമ്മിലുള്ള ബോർഡർ 1643 കിലോമീറ്റർ ബോർഡർ ഇന്ത്യ കംപ്ലീറ്റ് ആയിട്ട് ഫെൻസ് ചെയ്യാൻ വേണ്ടി അടുത്ത 10 വർഷത്തിനുള്ളിൽ കംപ്ലീറ്റ് ആയിട്ട് ഫെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നു എന്നാണ് യൂണിയൻ ഹോം മിനിസ്റ്റർ പറഞ്ഞിട്ടുള്ളത് എന്ന് കൂടി ഓർത്തു വെക്കേണ്ടതായിട്ട്. ഇതിന് വേണ്ടിയിട്ട് ഫണ്ടുകൾ അലോട്ട് ചെയ്യുന്നതെന്ന് കൂടി ഓർത്തു വെക്കുക. ഓൾറെഡി ഓർത്തു വെക്കുക, ഈ ഒരു മേഖലയിൽ ഫ്രീ മൂവ്മെന്റ് റെജീമുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ് നടക്കുന്നുണ്ട്. ഇതിനെയൊക്കെ സൊല്യൂഷൻ ആയിട്ടാണ് ഈ ഒരു കംപ്ലീറ്റ് ബോർഡറിങ്ങിനെ കുറിച്ച് പറയുന്നത് എന്നുകൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ടോപ്പിക്കുകളാണ് ഇന്നേ ദിവസം ഡിസ്കഷൻ ആയിട്ട് ഉണ്ടായിരുന്നത്. കൃത്യമായിട്ട് മനസ്സിലാക്കുക, കൃത്യമായിട്ട് റിവിഷൻ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.